ഹലോ ഹായ്. അതെ, ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. ചേട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണേ. ചേട്ടനെ മാത്രമല്ല നിധിക്കുട്ടിയെ കാണിക്കണമായിരുന്നു. അപ്പം അവിടെ പൊതിച്ചോറ് കൊടുക്കുന്ന കണ്ടപ്പോൾ നിധി ഭയങ്കര കരച്ചിൽ. പൊതിച്ചോറിന് അവിടെ കിടന്ന് ഭയങ്കര ബഹളം, ഓരോരുത്തർ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ. അപ്പം ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ സമ്മതിച്ചില്ല. കാരണം ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് കൊണ്ടുവരുന്നതല്ലേ, അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് കൊണ്ടുവരുന്നതല്ലേ. എന്നിട്ട് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് എന്ന് വെച്ച് പറഞ്ഞു, മോളെ എനിക്കൊരു പൊതി വാങ്ങിച്ചു തരുമെന്ന്. അവർക്ക് വാങ്ങിക്കാൻ ഭയങ്കര മടി. പിന്നെ ഞാൻ ഒരു പൊതി അവർക്ക് വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ പിന്നെയും രണ്ടാമത്തെ സെക്ഷനും പൊതിച്ചോറ് കൊണ്ടുവന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. ഇവള് കരച്ചിലായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ഒരാഗ്രഹം. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ വന്നിട്ട് ഇന്ന് ഞാനും പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചില്ല. ഞാനും എന്താ പറയുക, ചമ്മന്തി, തോരനും അങ്ങനെയൊക്കെ കുറച്ച് ഇതേ ഉണ്ടാക്കിയുള്ളൂ. ഞാൻ പപ്പടക്കറി. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് പൊതിച്ചോറിന് വരെ പ്ലേറ്റിനകത്ത് കുറച്ച് ചോറെടുത്ത് വെച്ച് പിന്നെ ഒരു മുട്ട വറുത്തു, പിന്നെ ബീട്രൂട്ട് തോരൻ, തേങ്ങാ ചമ്മന്തി, പിന്നെ ഞാൻ പപ്പടക്കറി വെച്ചു കേട്ടോ. ചേട്ടൻ കഴിക്കില്ല. ചേട്ടൻ പിന്നെ ചമ്മന്തിയും ഇതുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പപ്പടക്കറി വെച്ചു. ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ, അച്ചാർ മാത്രം മിസ്സാണ്. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് കഴിച്ച് എൻ്റെ പൊതിച്ചോറിൻ്റെ കൊതി അങ്ങോട്ട് തീർക്കുക. അപ്പം നിങ്ങളെല്ലാവരും ആഹാരം കഴിച്ചോ? അപ്പം ഞാൻ പോയി കഴിക്കട്ടെ.